ദില്ലിയിൽ എയർ ഇന്ത്യ വിമാനം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ടേക്ക് ഓഫിന് പിന്നാലെ നിയന്ത്രണം വിട്ട വിമാനം 900 അടിയിലേക്ക് താഴ്ന്നു. ATCയുടെ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവായത്. അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്ന 36 മണിക്കൂറിനിടെയുണ്ടായ സംഭവത്തിൽ DGCA അന്വേഷണം ആരംഭിച്ചു. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, എയർ ഇന്ത്യയുടെ 171 എന്ന വിമാനമാണ് ഇപ്പോൾ ഇത്തരത്തിൽ 900 അടി താഴ്ചയിലേക്ക് നിയന്ത്രണ നഷ്ടമായി താഴത്തേക്ക് പോയതായ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് അഹമ്മദാബാദ് വിമാന ദുരന്തം ഉണ്ടായത് ജൂൺ 12-നാണ്. ജൂൺ 14-നാണ് ദില്ലിയിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. ദില്ലി വിയന്ന വിമാനം രാവിലെ 2:45 ദില്ലിയിൽ നിന്ന് പറന്നു ഉയർന്നതിന് പിന്നാലെയാണ് വിമാനത്തിന് ഇത്തരത്തിൽ നിയന്ത്രണം നഷ്ടമായത് എന്നാണ് വിവരം ഉള്ളത്. ആ ഘട്ടത്തിൽ ATSന്റെയും ഒപ്പം പൈലറ്റുമാരുടെയും കൃത്യമായ ഇടപെടൽ മൂലം വിമാനം വീണ്ടും നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതായത് 900 അടി താഴ്ചയിലേക്ക് വിമാനം പറന്നുയർന്നതിന് പിന്നാലെ താഴത്തേക്ക് പോയി 900 അടി താഴ്ചയിലേക്ക് പോയി എന്നാണ് വ്യക്തമാകുന്നത്. അതിന് പിന്നാലെയാണ് പൈലറ്റുമാരും അതോടൊപ്പം തന്നെ ATSും ഇടപെട്ടുകൊണ്ട് കൃത്യമായി തന്നെ വിമാനം തിരിച്ച് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. വലിയ വിമാന ദുരന്തം അതുകൊണ്ട് ഒഴിവായി എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. കാരണം വിമാനം കൂടുതൽ താഴത്തേക്ക് വരികയാണെങ്കിൽ കൂടുതൽ നിയന്ത്രണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ താഴത്തേക്ക് വീഴുകയോ അത്തരത്തിൽ പതിക്കാനൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നാണെങ്കിൽ അതിൽ നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ഇതുമായി ബന്ധപ്പെട്ട് DGCA ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ സുരക്ഷാ വിഭാഗം തലവനെയും അതോടൊപ്പം വിമാന പറത്തിയ പൈലറ്റുമാരെന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാനും കഴിയുന്നത്. എന്തുകൊണ്ടാണ് വിമാനം ഇത്തരത്തിൽ താഴത്തേക്ക് പോയത്? പ്രത്യേകിച്ച് വിമാനം അന്ന് പറന്നുയരുന്ന ദിവസം, അതായത് ജൂൺ 14-ന് മോശം കാലാവസ്ഥയായിരുന്നു ദില്ലിയിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ മോശം കാലാവസ്ഥ പ്രതികൂലമായി ബാധിച്ചതാണ് വിമാനത്തിൻ്റെ ഈ പ്രവർത്തനത്തെ ബാധിച്ചതെന്ന സംശയങ്ങൾ എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണ ശേഷം മാത്രമാണ് യഥാർത്ഥ കാരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് DGCA അറിയിക്കുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും നിലവിൽ നമുക്ക് മനസ്സിലാവുന്നത് ദില്ലി വിയന്ന വിമാനം ഇത്തരത്തിൽ 900 അടി താഴ്ചയിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വിമാനം നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റുമാർ കഴിഞ്ഞത് വലിയ അപകടം ഒഴിവാക്കി എന്നുള്ളതുമാണ്. പ്രത്യേകിച്ച് അഹമ്മദാബാദ് വിമാന ദുരന്തം ഉണ്ടായി വലിയ പ്രതിസന്ധികൾ, വലിയ സംശയങ്ങൾ, അതോടൊപ്പം വലിയ തരത്തിലുള്ള ആശങ്കയ്ക്ക് നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ മറ്റൊരു എയർ ഇന്ത്യ വിമാനത്തിൽ കൂടി ഇത്തരത്തിൽ വിമാനം താഴത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നത്. വിവരങ്ങളാണ് ഇപ്പോൾ നോബിൾ മാരിക്കാരൻ നൽകിയത്.